ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വീണ്ടും കർത്താവിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം തന്ന ഈ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, റോമാലേഖനം 2-ാം അധ്യായത്തിനകത്ത് പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ മനസ്സലിവ്, അതാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പറയുന്നത് സൂപ്പറായിട്ടാണ്. ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് ലീഡ്സ് എ പേഴ്സൺ ടു റിപ്പൻറ്റൻസ്. പുതിയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഭയന്ന് പേടിച്ച് യേശുവിനെ ഫോളോ ചെയ്ത പുതിയ നിയമത്തിൻ്റെ അധ്യായങ്ങളിൽ വ്യക്തികളെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. ആരൊക്കെ യേശു ക്രിസ്തുവിനെ പുതിയ നിയമത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഇൻഫ്ലുവൻസ്ഡ് ആയ ആൾക്കാരാണ്. എക്സാമ്പിൾ പറയാം. പത്രോസ് അപ്പോസ്തലനാകുന്ന മുമ്പേ മീൻ പിടിക്കുന്ന ഒരാളായിരുന്നു. മീൻ പിടിക്കാൻ നേരത്ത് സ്ട്രഗിൾ ചെയ്തിട്ടും കിട്ടിയില്ല. ആ സമയത്ത് യേശു പടകിൽ കയറി. യേശു പറഞ്ഞു, നീ അങ്ങോട്ട് വലയിറക്ക്. യേശു പറഞ്ഞ സ്ഥലത്തേക്ക് വലയിറക്കി. അവിടെ മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടാത്ത മീൻ കൂട്ടം ആ ഒറ്റ വാക്കിൽ കയറി. അത് കണ്ടപ്പോൾ, ആ സ്നേഹം കണ്ടപ്പോൾ, ആ നന്മ അനുഭവിച്ച പത്രോസ് പറയുക, നീ എന്നെ വിട്ടുപോ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത്, പത്രോസ് മീനിൻ്റെ എല്ലാ പരിപാടിയും വിട്ട് യേശുവിൻ്റെ കൂടെ ഇറങ്ങി. ഒരിക്കലും പണം കൊടുത്തല്ല ദൈവം അവനെ കർത്താവിൻ്റെ കൈവശമാക്കിയത്. ആ സ്നേഹം, ആ കരുതൽ അവന് കൊടുത്തപ്പോൾ അവന് ആ വലിയ മീൻകൂട്ടത്തെക്കാട്ടും വലുത് കർത്താവായി തീർന്നു. അടുത്ത് നോക്കിക്കേ, ചുങ്കക്കാരൻ. കർത്താവിൻ്റെ ശിഷ്യന്മാരെ മാത്രം എടുത്ത് നോക്ക്. ചുങ്കക്കാരൻ മത്തായി കാശ് എണ്ണിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഇന്ന് ബിസിനസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ കാശ് എണ്ണിക്കൊണ്ടിരിക്കുക, കോടികൾ അല്ലെങ്കിൽ 10,000 ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താടി വെച്ച് ഒരാൾ വന്നിട്ട് പറയാം, എന്നെ അനുഗമിക്കുക. അപ്പോൾ എല്ലാ കാശും എല്ലാ സെറ്റപ്പും വിട്ട് ആ വ്യക്തിയുടെ പുറകിൽ ഇറങ്ങി തീരണമെങ്കിൽ ആ 10,000-ത്തെക്കാട്ടും വലുതെന്തോ ആ മറ്റേ വ്യക്തിയിൽ കണ്ടതുകൊണ്ടാണ് അത് മുഴുവൻ വിട്ടിട്ട് ആ വ്യക്തിയെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പം പുതിയ നിയമത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയപ്പെടുത്തി നീ യേശുവിനെ വിശ്വസിച്ചില്ലെങ്കിൽ പ്രശ്നമാകും, അതൊന്നും സുവിശേഷമേ അല്ല. യേശു നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു. നീ അത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും എൻ്റെ യേശു എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്താൻ പോകുന്നൊന്നുമില്ല കർത്താവിൻ്റെ തീരുമാനം സ്റ്റഡിയാണ്. നീ വിശ്വസിച്ചാലും അവിശ്വസിച്ചില്ലേലും എനിക്ക് നീ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. അപ്പം പുതിയ നിയമത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പോൾ ഒരു വ്യക്തി നിങ്ങൾ യേശുവിനേക്ക് ആകർഷിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അവൻ്റെ ലൈഫിൽ സ്നേഹത്താലും ഗുഡ്നെസ്സാലും ഒന്ന് നിറച്ച്, അതാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, തിന്മ കൊണ്ട് ജയിക്കാനല്ല, തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. സോ അതായിരിക്കട്ടെ നമ്മുടെ ഫോക്കസ്. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, എല്ലാവരും കല്ലെറിയാൻ വന്നപ്പോൾ യേശുവിൻ്റെ ഡിവൈൻ ജ്ഞാനത്താൽ അവൾ പ്രൊട്ടക്റ്റഡ് ആയപ്പോൾ പിന്നെ അവൾക്കൊരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. മോളെ വ്യഭിചാരം ചെയ്യരുതെന്ന് പറയേണ്ട കാര്യമില്ല. ആ സെക്കൻഡ് മുതൽ ആ വ്യഭിചാരിണി സ്ത്രീ യേശുവിൻ്റെ ഏറ്റവും വലിയ ഫാനായി തീർന്നു. യേശുവിൻ്റെ ആരാധന, യേശുവിനെ ഉള്ളിൽ ആരാധിക്കാൻ തുടങ്ങി. യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയ നാൾ മുതൽ അവൾ പിന്നെ വ്യഭിചാരത്തിയായ ഒരു സ്ത്രീയല്ല, അവൾ വിശുദ്ധയായ സ്ത്രീയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവളെ വിളിക്കേണ്ടത് വ്യഭിചാരിണി എന്നല്ല. ഇന്ന് നമ്മൾ അവളെ വിളിക്കേണ്ടത് വിശുദ്ധ മറിയ, വിശുദ്ധ മാർത്ത. ആ
ആരൊക്കെയാണോ പുതിയ നിയമത്തിൽ സ്ത്രീ രൂപം, ആരൊക്കെയാണോ പുതിയ നിയമത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നത്, അവരെല്ലാം വിശുദ്ധ കൂട്ടരാണ്. സോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ നന്മയാണ്. ഇന്ന് ഒരു ജനറേഷനെ നമ്മൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തുവിലേക്ക് നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിംപ്ലി കർത്താവിൻ്റെ അൺകണ്ടീഷണൽ ലവ് ഷെയർ ചെയ്യുക, കർത്താവിൻ്റെ അൺകണ്ടീഷണൽ സ്നേഹത്തെ ഷെയർ ചെയ്യുക. ആ സ്നേഹത്തിന് മാത്രമേ വ്യക്തികളിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു മതത്തിനും ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മതം കാരണം ഓൾറെഡി വ്യക്തികൾ മടങ്ങി ഇങ്ങനെ ഒടിഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ യേശുവിനെ ചോദിച്ചാൽ അത് ചെയ്യണം ഇത് ചെയ്യണം, അതൊക്കെ അങ്ങ് വിട്. യേശു നമുക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ആ കാര്യങ്ങളെക്കുറിച്ച് പറയാം. നമ്മൾ ചെയ്തതും യേശു ചെയ്തതും ഒക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് നമ്മുടെ കാര്യം പറയാൻ പോലും തോന്നുന്നില്ല. യേശു ചെയ്തത് ഏറ്റവും കൂടുതൽ. യേശുവാണ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തത്. നമ്മളെല്ലാം റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദൈവത്തിൻ്റെ നന്മ നമ്മളെല്ലാവരെയും മാനസാന്തരത്തിലേക്ക് നയിക്കണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ റിപ്പൻറ്റൻസ്, ജസ്റ്റ് നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യുക. ഞാൻ പണ്ട് ഒരു സംഭവമാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇത് കേട്ടപ്പോൾ മുതൽ, കുറച്ചും കൂടെ ഒരു സത്യം കേട്ടപ്പോൾ മുതൽ ചില മേഖലകളിൽ ഞാൻ എൻ്റെ മൈൻഡ് മാറ്റാൻ തീരുമാനിച്ചു. അപ്പം ഈ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. ഇന്നും ഏതെല്ലാം മേഖലയിൽ ഞാൻ പോലും അറിയാതെ എന്തെങ്കിലും ഒരു ട്രഡീഷൻ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സത്യം കേട്ട് കഴിഞ്ഞാൽ ഞാനത് മാറ്റാൻ തയ്യാറാണ് എന്ന് ദൈവത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ഓഫ് മൈൻഡ്. ഒരു ട്രൂത്ത് കേൾക്കുമ്പം നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ട്രഡീഷൻസോ എന്താണെങ്കിലും അതിനെ റീപ്ലേസ് ചെയ്യുക ആ ട്രൂത്ത് വെച്ച്. സിംപ്ലി ദാറ്റ്സ് ഇറ്റ്. സോ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ മേഖലകളിലും നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് മൈറ്റി നെയിം. ആമേൻ.